ഏതൊരു സ്റ്റുഡൻറ്റ് വന്നാലും ഇപ്പോൾ നീറ്റ് കഴിഞ്ഞ് വന്നാൽ ഞാൻ ആദ്യം നോക്കുന്ന ആ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് നാട്ടിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കും. നാട്ടിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു സാധ്യതയില്ല. ആ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ കുട്ടിക്ക് പറയും നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ വെച്ചിട്ട് എബ്രോഡ് പോകും. അങ്ങനെ ഷേക്ക 2021 ഷേക്കയുടെ ഫാമിലിയൊക്കെ വരും. ഞാൻ ഇതൊക്കെ പറയുന്നു, ഞാൻ പറഞ്ഞു എബ്രോഡ് പോവാം, നിങ്ങളുടെ സാമ്പത്തികമില്ലല്ലോ, നാട്ടിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല, എനിക്ക് നാട്ടിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ നടപടിയില്ല. ഞാൻ പറഞ്ഞു പുറത്തേക്ക് പോവാം, കൺവിൻസ് ചെയ്യുന്നു, പറയുന്നു. 2021 എന്ത് ചെയ്യുന്നില്ല, അഡ്മിഷൻ ഫ്ലോപ്പ്. 2022 വീണ്ടും വരുന്നു, ഫ്ലോപ്പായി. അത് കഴിഞ്ഞ് 2022 കഴിഞ്ഞതിന് ശേഷം ഷേഖയെ ഞാൻ കാണുന്നത് 2025 ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചാണ് കാണുന്നത്. ഇനി ബാക്കി ഷേഖ പറഞ്ഞു. 2021 ഞാൻ +2 ആയിരുന്നു. അപ്പോൾ MBBS ആയിരുന്നു ആകെ ഉള്ള ഒരു ഓപ്ഷൻ, ഒള്ളി ഓപ്ഷൻ അതായിരുന്നു എൻ്റെ. അതാണ് എനിക്ക് വൺ ആൻഡ് ഒള്ളി ഓപ്ഷൻ ആയിരുന്നു MBBS. അന്നേരം നാട്ടിൽ ഇതിനെ കുറേ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫീസിൻ്റെ ഇതും പിന്നെ അത്രയും നല്ല മാർക്ക് വേണമായിരുന്നു. എനിക്കപ്പോൾ അത്രയും മാർക്ക് ഇല്ലായിരുന്നു. എനിക്ക് 3 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ, 384 സംതിങ് ആയിരുന്നു എൻ്റെ മാർക്ക്. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്തായിരുന്നു. റിപ്പീറ്റ് ചെയ്തിട്ടാണ് സാറിൻ്റെ അടുത്ത് പോകുന്നത്. ആ മാർക്കിൽ നാട്ടിൽ പഠിക്കുകയാണെങ്കിൽ പിന്നെ എനിക്കുള്ള എല്ലാ NRI ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അത്രയും പഠിക്കണമെങ്കിൽ അത്രയും ഇപ്പം 1 CR ഒക്കെ ആവുമായിരുന്നു. അപ്പോൾ അത്രയും കൊടുത്ത് പഠിക്കാൻ, അത്രയും ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ അത്രയും കൊടുത്ത് പഠിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, പഠിപ്പിക്കാനും വീട്ടുകാർക്കും പറ്റില്ലായിരുന്നു. അങ്ങനെ കുറേ അലഞ്ഞു. അപ്പോൾ സാറ് പറയുന്നത് എല്ലാം അബ്രോഡ് മാത്രമാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് മനസ്സിലാകെ വിഷമമായിരുന്നു. ലാസ്റ്റ് എനിക്ക് അലോട്ട്മെൻറ്റ് വന്നപ്പം ആയുർവേദമാണ് കിട്ടിയത്. ഇവിടെ KMCTയിലായിരുന്നു പഠിച്ച്. അങ്ങനെ പഠിച്ചുകൊണ്ട് നിന്നപ്പോഴായിരുന്നു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കോഴിക്കോട് KMCT പഠിച്ച്. അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് എൻ്റെ ഫിയാൻസിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ആയുർവേദം. നല്ലതാണ് ആയുർവേദം, പഠിക്കാൻ കുറച്ച് ടഫും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ പുള്ളിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ പുള്ളി നിർബന്ധിച്ച് പുറത്ത് പോയി പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ലാസ്റ്റ് തന്നെ ഇങ്ങോട്ട് കയറ്റിയതാണ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ അങ്ങനെ ആദ്യമേ എത്തിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ പഠിച്ചിറങ്ങേണ്ട സമയമായിരുന്നു. ഞാൻ അന്ന് കാണിച്ച മണ്ടത്തരമാണ് എനിക്ക് ഇത്രയും ഇയർ ലാക്കായി. ഇപ്പോൾ കൂടെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും ഇറങ്ങി, ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അവരിപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമാണ് ഇപ്പോൾ ഒരു ബാക്കിലായി പോയത്. ഒരു ഉഗ്രൻ കയ്യടി കൊടുക്കേണ്ടത് ഫിയാൻസേക്കാണ്. ഇബ്നു എന്നല്ല പേര്. ഇബ്നു, നീ മുത്താണ്, മുത്ത്.